അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, പരിശുദ്ധ ഇസ്ലാം എന്തെല്ലാം നല്ല കാര്യങ്ങളുണ്ടോ, എന്തെല്ലാം ചീത്ത കാര്യങ്ങളുണ്ടോ, അതെല്ലാം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. 7-ാം അധ്യായം സൂറത്തുൽ അറാഫിൻ്റെ 157-ാമത്തെ വചനത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വയുഹില്ലു ലഹുമുത് ത്വയ്യിബാതി വയുഹർരിമു അലൈഹിമുൽ ഖബായിസ്. നല്ല വസ്തുക്കൾ അവർക്ക് അനുവദനീയമാക്കുകയും ചീത്ത വസ്തുക്കൾ അവരുടെ മേൽ നിഷിദ്ധമാക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, എന്തെല്ലാം നല്ലതായിട്ട് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ടോ അതൊക്കെ നമ്മൾ സ്വീകരിക്കുകയും ചീത്തതായിട്ട് എന്തൊക്കെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ടോ അത് നമ്മൾ ജീവിതത്തിൽ നിന്ന് പാടെ ഒഴിവാക്കുകയും ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കും, നിങ്ങളുടെ ശരീരത്തെ സ്വയം നാശത്തിലേക്ക് നിങ്ങൾ തന്നെ തള്ളിവിടാതിരിക്കുക എന്ന്. 4-ാം അധ്യായം സൂറത്തുൻ നിസാഇൻ്റെ 29-ാമത്തെ വചനത്തിൽ പറഞ്ഞു, വലാ തഖ്തുലു അൻഫുസകും, നിങ്ങളുടെ ശരീരത്തെ നിങ്ങൾ തന്നെ കൊന്നുകളയരുതേ എന്ന്. അതേപോലെ തന്നെ സൂറത്തുൽ ബഖറയിലെ 195-ാമത്തെ വചനത്തിൽ റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞു, വലാ തുൽഖൂ ബിഐദീകും ഇലത് തഹ്ലുക, നിങ്ങളുടെ കൈകളെ നാശത്തിലേക്ക് നിങ്ങൾ എടുത്തുടരുതേ എന്ന്. സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, ഇന്ന് ധാരാളം മനുഷ്യരെ കാർന്നു തിന്നുകൊണ്ടിരിക്കുന്ന ഒന്നാണ് മദ്യപാനം എന്നത്. എത്രയെത്ര മനുഷ്യരുടെ ജീവിതമാണ് മദ്യപാനം കാരണം തകർന്ന് തരിപ്പണമായിട്ടുള്ളത്. എത്രയെത്ര സ്ത്രീകളും കുട്ടികളുമാണ് പെട്ടെന്ന് തന്നെ വിധവകളും പിതാവ് നഷ്ടപ്പെട്ടവരുമായത്. ജീവിച്ചിരിക്കുന്ന മദ്യപാനികളെ കൊണ്ട് കുടുംബത്തിന് യാതൊരു പ്രയോജനവുമില്ലെന്ന് മാത്രമല്ല, അവർ കുടുംബത്തിൻ്റെ സ്വസ്ഥത നശിപ്പിക്കുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. നമുക്കറിയാം, 1400 വർഷങ്ങൾക്ക് മുമ്പ് മഹാനായ പ്രവാചകൻ പ്രഭു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ അറേബ്യൻ സമൂഹത്തെ ഈ മദ്യത്തിൽ നിന്ന് ഘട്ടം ഘട്ടമായിട്ടാണ് അവരെ സംസ്കരിച്ചെടുത്തത്. കാരണം ഇതിനെ അഡിക്റ്റായി തീർന്നിട്ടുണ്ട് എങ്കിൽ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവനെ തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളത് വലിയ പ്രയാസമുള്ള കാര്യമാണ്. നമുക്കറിയാം, ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്ന ഒരു ഹദീത്തിൽ ഇങ്ങനെ കാണാം. അതിൻ്റെ ആശയം ഇപ്രകാരമാണ്, ആദ്യം നിങ്ങൾ മദ്യം കഴിക്കരുത് എന്നാണ് അവരോട് പറഞ്ഞിരുന്നത് എങ്കിൽ അവർ പറയുക തന്നെ ചെയ്യുമായിരുന്നു, ലാ നദഉൽ ഖംറ അബദ, ഒരിക്കലും ഞങ്ങൾ മദ്യം ഒഴിവാക്കുകയില്ല എന്ന്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഘട്ടം ഘട്ടമായിട്ട് വിശുദ്ധ ഖുർആനിലെ ആയത്തുകളെ നമുക്ക് കാണാൻ സാധിക്കും. ആദ്യമായിട്ട് അവരോട് പറഞ്ഞു, അത് ഗുരുതരമായ പാപമാണ്, മദ്യം ഗുരുതരമായ പാപമാണ്, അത് ഉപകാരത്തേക്കാൾ നിങ്ങൾക്ക് ഉപദ്രവമാണ് എന്ന്. രണ്ടാമത് സൂറത്തുൻ നിസായിലെ ആയത്താണ് ഇറങ്ങിയിട്ടുള്ളത്. അവരോട് പറഞ്ഞു, സത്യവിശ്വാസികളെ, ലഹരി ബാധിച്ചവരായിക്കൊണ്ട് നിങ്ങൾ നമസ്കാരത്തെ സമീപിക്കരുത്, നിങ്ങൾ പറയുന്നത് എന്ത് എന്ന് നിങ്ങൾക്ക് ബോധമുണ്ടാകുന്നതുവരെ. മൂന്നാമത്തെ ഘട്ടമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് പറഞ്ഞു. സൂറത്തുൽ മാഇദയിലെ 90-91 വചനങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. വിശ്വാസികളോട് പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസ്വാബു വൽ അസ്ലാമു റിജ്സും മിൻ അമലി ശൈത്താൻ, മദ്യവും ചൂതാട്ടവും പ്രതിഷ്ഠയും പ്രശ്നം വെച്ച് നോക്കുന്ന അമ്പുകോലുകളും അതെല്ലാം പിശാചിൻ്റെ മ്ലേച്ഛകരമായ പ്രവർത്തനങ്ങളിൽപ്പെട്ടതാണ്. അതുകൊണ്ട് ഫജ്തനിബൂ, നിങ്ങളതിനെ വെടിയണേ, ലഅല്ലക്കും തുഫ്ലിഹൂൻ, നിങ്ങൾ വിജയികളായേക്കാം. എന്നിട്ടതിൻ്റെ അടുത്ത ആയത്തിൽ നമുക്ക് കാണാൻ സാധിക്കും, ഇന്നമാ യുരീദു ശൈത്താനു അൻ യൂഖിയ ബൈനകുമുൽ അദാവത വൽ ബഗ്ദാഅ ഫിൽ ഖംരി വൽ മൈസിരി, ചൂതാട്ടത്തിലും മദ്യത്തിലും പിശാച് നിങ്ങളിൽ ഉദ്ദേശിക്കുന്നത് കോപവും അതേപോലെ തന്നെ ശത്രുതയും ഉണ്ടാക്കാനാണ് അവൻ ഉദ്ദേശിക്കുന്നത്. അതുമാത്രമല്ല, വയസുദ്ദക്കും അൻ ദിക്രില്ലാഹി വ അനി സ്വലാത്തി, നമസ്കാരത്തിൽ നിന്നും അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മയിൽ നിന്നും നിങ്ങളെ അവൻ തടയുകയും ചെയ്യുന്നു. എന്നിട്ട് ആ ആയത്ത് അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്, ഫഹൽ അൻതും മുൻതഹൂൻ,
നിങ്ങൾ വിരമിക്കാൻ ഒരുക്കമുണ്ടോ? ഈ വചനമങ്ങ് അവതരിപ്പിച്ചപ്പോൾ അതുവരേക്കും കള്ളുകുടി നിർത്തൽ ചെയ്തിട്ടില്ലാത്ത സ്വഹാബിമാർ ഉച്ചയിസ്തരം അവർ പ്രഖ്യാപിച്ചു, ഇൻതഹൈന ഇൻതഹൈന, ഞങ്ങളിതാ വിരമിച്ചിരിക്കുന്നു, അള്ളാഹുവിൻ്റെ പ്രഖ്യാപനത്തെ ഞങ്ങളിതാ ഉൾക്കൊള്ളുന്നു എന്ന് സ്വഹാബിമാർ ഉച്ചയിസ്തരം പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത്. സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, അതുകൊണ്ട് ഏതെങ്കിലും നിലക്ക് ജീവിതത്തിൻ്റെ ഇടക്ക് ഏതുമാവട്ടെ, ലഹരി ബാധിക്കുന്ന ഏത് വസ്തുക്കളാകട്ടെ സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, അത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് നമ്മൾ പാടെ ഒഴിവാക്കുക. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, കുല്ലു മുസ്കിരിൻ ഖംറുൻ, ലഹരി ഉണ്ടാക്കുന്ന എല്ലാ വസ്തുക്കളും അത് മദ്യമാണ്. വകുല്ലു മുസ്കിരിൻ ഹറാം, എല്ലാ ലഹരി ഉണ്ടാക്കുന്നതും നിഷിദ്ധമായിട്ടുള്ള കാര്യമാണ്. മാത്രമല്ല, മദ്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ശാപാർഹമാണെന്ന് ഇസ്ലാം നമ്മളെ പഠിപ്പിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൻ്റെ എല്ലാ മേഖലകളെയും ശപിച്ചിരിക്കുന്നു എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നു. ലഅനല്ലാഹുൽ ഖംറ വശാരിബഹ വസാഖിയഹ വബായിഅഹ വമുബ്തഅഹ വആസിറഹ വമുഅ്തസിറഹ വഹാമിലഹ വൽമഹ്മൂലത ഇലൈഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മദ്യത്തെയും മദ്യം കുടിക്കുന്നവനെയും കുടിപ്പിക്കുന്നവനെയും അത് വിൽക്കുന്നവനെയും വാങ്ങുന്നവനെയും മദ്യം വാറ്റുന്നവനെയും അതേപോലെ തന്നെ മദ്യം വഹിക്കുന്നവനെയും മദ്യം ആർക്കാണോ വഹിച്ചു കൊണ്ടുപോയി കൊടുക്കുന്നത് അവനെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ശപിച്ചിരിക്കുന്നു എന്നതാണ്. അതുമാത്രമല്ല, നാളെ പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അതൊരു ശ്രേഷ്ഠമായ പാനീയമാക്കി വിശ്വാസികൾക്ക് കൊടുക്കുമെന്ന് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിൽ കാണാം, വഅൻഹാറും മിൻ ഖംറിൻ ലദ്ദത്തിൻ ലിശാരിബീൻ, കുടിക്കുന്നവർക്ക് ആസ്വാദ്യകരമായ മദ്യത്തിൻ്റെ അരുവിയും അവർക്കവിടെയുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ സ്വർഗത്തിൽ അത് ശ്രേഷ്ഠമായൊരു പാനീയമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കത് പരിചയപ്പെടുത്തി തരുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഈ ദുനിയാവിൽ വെച്ച് മൻ ശരിബൽ ഖംറ ഫിദ്ദുനിയ ഫലം യതുബ് മിൻഹാ ഹുരിമഹാ ഫിൽ ആഖിറ ഫലം യുസ്ഖഹാ. ആരെങ്കിലും ദുനിയാവിൽ കള്ളു കുടിച്ച് അതിൽ നിന്ന് തൗബ ചെയ്തിട്ടില്ല എങ്കിൽ ആഖിറത്തിൽ അയാൾക്കത് നിഷേധിക്കപ്പെടുകയും സ്വർഗത്തിൽ അവനത് കുടിപ്പിക്കപ്പെടുകയും ചെയ്യുകയില്ല. അത് മാത്രമല്ല സുഹൃത്തുക്കളെ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, ഒരുത്തൻ തൗബ ചെയ്തു മടങ്ങാത്തവൻ്റെ അവസ്ഥയെക്കുറിച്ച് ഹദീസിൽ നമുക്ക് ഇപ്രകാരം കാണാൻ സാധിക്കും. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, കുല്ലു മുസ്കിരിൻ ഹറാം, ലഹരിയുണ്ടാക്കുന്ന എല്ലാ വസ്തുക്കളും നിഷിദ്ധമാണ്. ഇന്ന അലല്ലാഹി അസ്സ വജല്ല അഹദൻ ലിമൻ യശ്റബുൽ മുസ്കിറ അൻ യുസ്ഖിയഹു മിൻ തീനത്തിൽ ഖബാൽ. കള്ളു കുടിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം നാളെ പരലോകത്ത് വെച്ച് അവനെ തീനത്തുൽ ഖബാൽ കുടിപ്പിക്കുമെന്ന് അള്ളാഹു ബാധ്യതയായി ഏറ്റിരിക്കുന്നു. സഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ റസൂലെ, വമാ തീനത്തുൽ ഖബാൽ, എന്താണ് തീനത്തുൽ ഖബാൽ എന്ന് പറഞ്ഞാൽ? ഖാല, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അറഖു അഹ്ലിന്നാർ ഔ ഉസാറത്തു അഹ്ലിന്നാർ, നരകവാസികളെ പിഴിഞ്ഞുണ്ടാക്കിയ ദ്രാവകമാണ്. അവരുടെ ദേഹത്തിൽ നിന്ന് വരുന്ന രക്തവും ജലവും കൂടിച്ചേർന്ന പാനീയമാണ് എന്ന് അവിടുന്ന് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, മദ്യത്തിൻ്റെ എല്ലാ മേഖലകളിൽ നിന്നും മയക്കുമരുന്നിൻ്റെയും ഏത് വസ്തുവാകട്ടെ മോശമായിട്ട് നമ്മളെ നശിപ്പിക്കുന്ന, നമ്മുടെ ശരീരത്തെ നശിപ്പിക്കുന്ന എല്ലാ വസ്തുക്കളും നമ്മൾ ജീവിതത്തിൽ നിന്ന് പാടെ ഒഴിവാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയുള്ള എല്ലാ ഷർറിൽ നിന്നും വിട്ടു നിൽക്കാനുള്ള ഒരു തൗഫീഖ് നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വസല്ലല്ലാഹു വസല്ലമ അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.